അസ്സലാമലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ടുള്ളവൻ ഈ പരിശുദ്ധ മിലാദ് പരിപാടിയിൽ പങ്കാളിയാവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് തൗഫീഖ് നൽകി സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായ വിശപ്പ് കാരണം വീട്ടിലിരിക്കാൻ പൊറുതിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങി. കഠിനമായ വിശപ്പാണ്, വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല. ദിവസങ്ങൾ ഒരുപാടായി നബി വല്ലതും കഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് തന്റെ ആത്മമിത്രങ്ങളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതത്തോടെ അവരോട് ചോദിച്ചു, അല്ല കൂട്ടുകാരെ, ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ ദൂതരെ, വിശപ്പ് മൂലമാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ? ഞാനും കഠിനമായ വിശപ്പ് മൂലമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വരൂ നമുക്ക് നടക്കാം. അവർ മൂന്ന് പേരും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അൻസാരിയുടെ ഭാര്യ അവരെ കണ്ടപ്പോൾ അത്യാദരവോടും സ്നേഹത്തോടെയും മര്യാദകൾ കാണിക്കുകയാണ്. അദ്ദേഹം എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളത്തിന് വേണ്ടി പോയതാണ്. നിങ്ങൾ ഇരുന്നാലും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൻസാരിയുടെ വെള്ളവുമായി കയറി വരുന്നു. നബിയെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ, അൽഹംദുലില്ലാഹ്, ഇത്രയും നല്ല അതിഥികളെ സൽക്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞാൻ. അൻസാരിയുടെ പുറത്തു പോയി പഴുത്തതും കരിമ്പഴുത്തതും ഉണങ്ങിയതുമായ ഈത്തപ്പഴങ്ങളുള്ള ഒരു കുലയുമായി കയറി വന്നു. നബിയോടും കൂട്ടുകാരോടും തിന്നാൻ പറയുകയാണ്. തുടർന്ന് ഒരു കത്തിയുമായി പുറത്തു പോയി ഒരു ആടിനറുത്ത് പാകം ചെയ്യുകയും ആട്ടുമാംസവും ഈത്തപ്പഴവും കഴിച്ച് വയർന്നിറക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയമുള്ള കൂട്ടുകാരോട് പറയുകയാണ്, വിശന്നും ദാഹിച്ചും വരഞ്ഞവരായാണ് നാം ഇവിടെ വന്ന് കയറിയത്. ഇപ്പോൾ നമ്മുടെ വിശപ്പും ദാഹവും മാറി നാം സന്തോഷത്തിലാണ്. അതിനാൽ അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹത്തെ കുറിച്ച് നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇന്നത്തെ നമ്മുടെ അവസ്ഥയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങളും താരതമ്യം ചെയ്തു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ സമുദായത്തിനും ഓരോ ഫിത്നയുണ്ട്, എന്നാൽ എന്റെ സമുദായത്തിന്റെ ഫിത്ന സമ്പത്താണ്. ആ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചുവെന്നും എങ്ങനെ ചെലവഴിച്ചെന്നും മറുപടി പറയാതെ ഒരു മനുഷ്യന്റെ കാൽപാദവും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ലെന്ന് നാം ഓർക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.